വലിയ തെരഞ്ഞെടുപ്പ് ചൂടുള്ള വലിയ വേനൽ ചൂടുള്ള പാലക്കാട്ട് നിന്ന് തൃശ്ശൂരിലേക്കാണ് ഞങ്ങളുടെ ദേശീയപാത യാത്ര വന്നത് സാറല്ലേ. അതെ, നിളയുടെ തീരത്ത് നിന്ന് പെരിയാറിന്റെ തീരത്താണ്. ഞങ്ങളിപ്പം ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. തൃശ്ശൂർ കഴിഞ്ഞു, ചാലക്കുടിയും കഴിഞ്ഞു. അതിന്റെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇന്നലെ നമ്മൾ നൽകിയ വാർത്ത ഇ ശ്രീധരൻ, മെട്രോമാൻ ഇ ശ്രീധരന്റെ വാക്കുകൾ, അത് ഞങ്ങൾ പാലക്കാട് എത്തുന്നതിന് തൊട്ട് മുൻപാണ് എടുത്തത്. പക്ഷെ ഇന്നലെ ഞങ്ങൾ പാലക്കാട് നിൽക്കുമ്പോഴാണ് അത് സംപ്രേഷണം ചെയ്തത്. സാറിന് അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയാണ് ഫീൽ ചെയ്തത്? അല്ല, എനിക്ക് തോന്നിയത് അദ്ദേഹം മത്സരിക്കില്ല എന്നുള്ളത് അത് ഏതാണ്ടൊക്കെ നമുക്കും അറിയുന്ന ഒരു കാര്യമാണ്. കാരണം പ്രായം ഇത്ര, ഇനിയിപ്പോൾ അദ്ദേഹം മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ അത് ആ മത്സര രംഗത്ത് വളരെ സജീവമായി നിൽക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ജയിച്ചാലും പോലും അദ്ദേഹം പറയുന്ന പോലെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. അതുകൊണ്ട് മത്സരിക്കില്ല എന്നതിൽ വലിയ വാർത്ത എനിക്ക് തോന്നിയില്ല. സത്യമായിട്ട് അതിനകത്തൊരു ഒരു ന്യൂസ് എലമെൻ്റ് ഉണ്ട് എങ്കിൽ തന്നെയും. പക്ഷേ എങ്ങനെയാണ് ഈ ശ്രീധരനെ പോലെ ഒരാൾ രാജ്യത്ത് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്ന ഈ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമത്തെ ഇത്ര വളരെ പച്ചയ്ക്ക് ന്യായീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരിക്കലും ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ നമ്മൾ CK പത്മനാഭനെ കണ്ടപ്പോൾ അദ്ദേഹം സംസാരിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ദേശീയധാരയുടെ ഭാഗമാണ്, അപ്പോൾ അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം ശരിയല്ല എന്നുള്ളതൊക്കെ. പക്ഷെ ഇദ്ദേഹം ഒഴിവാക്കിയതിനെ അങ്ങ് ന്യായീകരിക്കുകയാണ്. അത് ശരിയാണ്, ഭരണഘടനാപരമായും ശരിയാണ്, അവർ പുറത്തുനിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രാജ്യങ്ങളുണ്ടാവും എന്ന രീതിയിലുള്ള ഈ വളരെ കടുത്ത സംഖ്യകൾ പറയുന്ന ഒരു അതേ രീതിയിലേക്ക് അദ്ദേഹം വന്നു. ആ അഭിമുഖത്തിന്റെ അടിയിലും കാണുന്ന ഭൂരിഭാഗം കമന്റുകളും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. നോർത്ത് ഈസ്റ്റിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഈ നുഴഞ്ഞുകയറ്റം വളരെ വലിയൊരു ആരോപണം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലും അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അതല്ല, അതിൽ മഹേഷ് അതിനിപ്പോ അദ്ദേഹം എന്നിട്ട് പിന്നെ അവസാനിപ്പിക്കുന്ന സമയത്തിന് തൊട്ടുമുമ്പ് പറയുന്നുണ്ട് മതസൗഹാർദ്ദം നമുക്ക് നിലനിർത്തണം, അത് വളരെ പ്രധാനമാണെന്നൊക്കെ. ഇങ്ങനെ ഒരു നിലപാടും അതും തമ്മിൽ എങ്ങനെയാണ് യോജിച്ചു പോകുക? ഒരിക്കലും പോവില്ല. കാരണം ഒഴിച്ചു നിർത്തുന്ന ആളുകളിൽ ഇത് ചോദിച്ചല്ലോ, നമ്മളിപ്പോ ശ്രീലങ്കയിൽ നിന്ന് തമിഴര് വരുന്നുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അഹമ്മദിയര് വരുന്നുണ്ട്. അതൊന്നും അത്ര കാര്യമുള്ള കാര്യമല്ല എന്നുള്ള മട്ടിലാണ് ഈ ചെയ്തിരിക്കുന്നതാണ് ശരി എന്ന മട്ടിലാണ് അദ്ദേഹം വളരെ നിരാശപ്പെടുത്തുന്ന ഒരു പ്രതികരണം അല്ലേ. എന്തായാലും ഞങ്ങളുടെ ഈ അഭിമുഖ അല്ലെങ്കിൽ ഈ ഒരു യാത്രക്കിടയിൽ പക്ഷേ പല ചോദ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം ലഭിക്കണം എന്ന് വിചാരിച്ചാണ് സാറ് ചോദിക്കുന്നത്. ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് ഇതിന് എന്ത് മറുപടി വരും എന്നുള്ളത് ഞങ്ങളും ക്യാമറക്ക് പുറകിൽ നിന്ന് കാത്തിരിക്കണം. പക്ഷെ ഇങ്ങനെ ഒരു മറുപടിയും ഇങ്ങനെ ഒരു ഉത്തരവും. അതെ. അല്ല, അദ്ദേഹത്തോട് വ്യക്തിപരമായി നമുക്ക് ബഹുമാനമൊക്കെ ഉണ്ട്. കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ മേഖലയിൽ ഒരു യുണീക്കായിട്ടുള്ള ഒരു ആളാണ്. പക്ഷേ അതേസമയം തന്നെ ഇതൊരു വല്ലാത്ത നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമായി പോയി. അദ്ദേഹം വിശ്വസിക്കുന്നത് ആ പാർട്ടിയിലായിക്കോട്ടെ, പക്ഷെ എന്നാൽ തന്നെ ഇങ്ങനെ വളരെ പച്ചയ്ക്ക് അതിനെ ന്യായീകരിക്കുന്നതൊന്നും ശരിയാണെന്ന് തോന്നിയില്ല നമുക്ക്. എന്തായാലും സമൂഹ മാധ്യമങ്ങൾ അത് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുമുണ്ട്. നമ്മൾ ഈ വാർത്ത നൽകിയതിനു ശേഷം അദ്ദേഹത്തിന് അഭിമുഖം തേടി പല മാധ്യമങ്ങളും മത്സരിക്കാനില്ല എന്നുള്ള വാർത്ത ഇന്നും ഇന്നലെയും ഒക്കെയായി പല മാധ്യമങ്ങൾ അദ്ദേഹത്തെ തേടി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദേശീയപാത തുടങ്ങി വെച്ചു, ബാക്കിയുള്ളവർ അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഈ തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്നപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് തീപ്പൊരി പോരാട്ടം നടക്കുന്ന തൃശ്ശൂർ എന്നാണ്. യഥാർത്ഥത്തിൽ അത് വളരെ സത്യമായിരുന്നു. ഒരു രക്ഷയില്ല. നമ്മൾ രാവിലെ VS സുനിൽകുമാറിന്റെ വീട്ടിലാണ്, അന്തിക്കാടുള്ള വീട്ടിലാണ് പോയത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്തോ, ഞാൻ നേരത്തെ അവിടെ ലോകകപ്പ് ഫുട്ബോൾ ഷോ അതെല്ലാവർക്കും അറിയാലോ, ഭയങ്കര വൈറൽ. മകൻ ബ്രസീലും കൊച്ചുമകൻ അല്ലേ? അതെ. അദ്ദേഹം അർജന്റീനയും, കൊച്ചുമകൻ അർജന്റീന, അദ്ദേഹം ബ്രസീൽ. അങ്ങനെ ഫൈറ്റ് ആയിരുന്നു. എന്നെ അറിയാത്ത കാലത്ത് എന്നെ കൊണ്ട് മെസ്സിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യിച്ചു എന്നൊക്കെ പറയുന്നത്. എനിവേ, ഇപ്പോൾ വീണ്ടും സുനിൽകുമാറിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വളരെ ലളിതമായ ജീവിതം തുടരുന്ന ആ വീട്ടിൽ വെച്ചാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം വളരെ എന്താണ് കോൺഫിഡന്റ് ആസ് എവർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെ കൂളാണ്. ഈ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു എന്താ പറയുക, വ്യക്തിത്വത്തിന്റെ കാര്യത്തിലായാലും ഒന്നും നമുക്ക് സംശയിക്കേണ്ടതേ ഇല്ലാത്ത ഒരാളാണ് VS സുനിൽകുമാർ എന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ സംഗതി ഉണ്ട്. അത് നൽകുന്ന ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിൽ പ്രകടമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം വീടിന്റെ ഉമ്മറപ്പടിയിൽ വെച്ചാണ് സാർ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തത്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ തൃശ്ശൂരുകാരെ
പ്രലോഭിപ്പിച്ച് വിഡ്ഢികളാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിസ്ഥാനം കിട്ടുമെന്നൊക്കെയുള്ള പിന്നെ പ്രചാരണം ഉണ്ടല്ലോ സുരേഷ് ഗോപി നടത്തുന്ന. അതെ, ശ്രമിക്കുന്നു. അതെ തന്നെ. അപ്പൊ അതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് വിഡ്ഢികളാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു. ഇപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ പ്രധാനമന്ത്രി ഇങ്ങനെ നിരന്തരം വരികയൊക്കെ ചെയ്യുന്നു, അതിന്റെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ 2018-ലെയും 2019-ലെയും വെള്ളപ്പൊക്കത്തിന്റെ കാലത്ത് ഇവിടെ അന്ന് മന്ത്രിയായിരുന്ന VS സുനിൽകുമാറിനായിരുന്നു തൃശ്ശൂർ ജില്ലയുടെ ചാർജ്. അപ്പോൾ അന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഓർത്തു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് അന്ന് പ്രധാനമന്ത്രി വന്നില്ല? അന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സമയമായിരുന്നു, അദ്ദേഹം വന്നില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം വരുന്നു എന്നൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് രാഷ്ട്രീയമായി വളരെ കൃത്യമായൊരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷെ BJP അവിടെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന കാര്യം, അതൊന്നും വലിയ കാര്യമില്ല എന്ന് അടിയുറച്ചു തന്നെ അദ്ദേഹം അത് ജനങ്ങളെ പറ്റിക്കാനാണ് എന്ന് അദ്ദേഹം അക്കമിട്ട് നിരത്തുകയാണ്. ഞങ്ങൾ അതിനുശേഷം കെ മുരളീധരന്റെ അടുത്തേക്ക് പോയി. നല്ല എന്താ പറയാ, ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ ആ സ്ഥലത്തിന്റെ പേര് അളഗപ്പ നഗർ പഞ്ചായത്ത്, അവിടെയാണ് ഞങ്ങൾ ചെന്നത്. നല്ല ചൂടുള്ള സമയത്താണ് അദ്ദേഹം ചെന്നത്. പക്ഷെ അദ്ദേഹത്തിന് വടകരയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് മാറിയതിന്റെ ക്ഷീണോ അല്ലെങ്കിൽ അതല്ല, ഒന്നുമില്ല, കഴിയുന്നത്ര സമയം ആളുകളെ കണ്ട് തീർക്കുക എന്നുള്ള ഒരു വീറോടെയും വാശിയോടെയുമാണ് മുരളീധരന്റെ യാത്ര എന്ന് നമുക്ക് തോന്നി. നമ്മൾ തന്നെ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു അല്ലേ സത്യത്തിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ ശൈലി എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ ഫാസ്റ്റാണ്, കരുണാകരനെ പോലെ തന്നെ. ആ ഫാസ്റ്റ്നെസ് കൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളൊന്ന് സംസാരിച്ചത്. ഒന്നാമതായിട്ട് BJPയെ അദ്ദേഹം വളരെ നിസ്സാരവൽക്കരിച്ചാണ് സംസാരിച്ചത്. അവർ പല വഴിയും നോക്കും, അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പത്മജ പോയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എന്ത് പറയാം, അന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. കാരണം അതിന് നിസ്സാരവൽക്കരിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ട്. പെട്ടെന്ന് കെ മുരളീധരൻ കുറെ കാലമായിട്ട് തൃശ്ശൂർക്കാരനായിരുന്നോ എന്ന് പോലും തോന്നാവുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഇടപഴകൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആളുകൾ സംസാരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹത്തിന്റെ പ്രചരണം നടക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു മറ്റൊരു കാര്യം, സാർ, മുഖ്യമന്ത്രിക്ക് ED പേടിയാണ്, EDയെ പേടിച്ചാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിലെയും കൃത്യമായി ഇടതുപക്ഷത്തെ അല്ല, അതിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ EDയെ പേടി എന്നുള്ളത് ഇവരെല്ലാം പറയുന്നുണ്ട്. ഈ പ്രചാരണ യോഗങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ഇപ്പോൾ അത്രയും സജീവമായിട്ട് വന്നിട്ടില്ല, പറയുന്നിടത്തൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ വാർത്താ സമ്മേളനങ്ങളിൽ മറ്റെവിടെയെങ്കിലും പ്രസംഗങ്ങളിലുമൊക്കെ പ്രതിപക്ഷത്തെ ഭയങ്കരമായിട്ട് വിമർശിക്കുക. നരേന്ദ്രമോദി, അമിത്ഷാ എന്നീ തുടങ്ങിയ പേരുകൾ ഉച്ചരിക്കുന്നേയില്ല മുഖ്യമന്ത്രി എന്നാണ്, പേടി കാരണമാണ് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ആരോപണം. അപ്പം എന്തായാലും വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടം, ഒരു ത്രികോണ മത്സരം, നമുക്കറിയാവുന്നതുപോലെ ഒരു ത്രികോണ മത്സരമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. കെ മുരളീധരനെ കുറിച്ച് മറ്റൊരു കാര്യം, BJPക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ജയിക്കാൻ വന്ന സ്ഥാനാർത്ഥിയല്ല, ഞങ്ങളുടെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വന്നവരാണ് എന്നുള്ളത്. പക്ഷെ അദ്ദേഹം ജയിക്കാൻ വേണ്ടി തന്നെ മത്സരം നടത്തുന്നതായിരുന്നു. നമുക്ക് അവിടെ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഫീൽ നല്ല ശക്തമായ മത്സരം നടക്കുമെന്നുള്ളത്. പക്ഷെ TN പ്രതാപൻ സാറ് ചോദിച്ചല്ലോ, TN പ്രതാപൻ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലകളിൽ ഉണ്ടാക്കിയെടുത്ത, ഗുരുവായൂർ നാട്ടിക മേഖലയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സ്വാധീനം അത് അതേപടി തുടരുമോ എന്നൊരു കാര്യമുണ്ട്. അത് വളരെ നിർണായകവുമാണ്. അതെ, ഉറപ്പായിട്ടും അതെ. അത് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാകും. കാരണം എല്ലാവരും പറയുന്നുണ്ട്, ബാക്കി വോട്ടുകളുടെ കാര്യത്തിലൊന്നും ഇപ്പോൾ CPIക്ക് കിട്ടേണ്ട കാഡർ വോട്ടുകളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ അതിലൊന്നും ഒരു സംശയവും വരില്ല. അതുപോലെ തന്നെ മുരളീധരന് സ്വാഭാവികമായി കിട്ടേണ്ട എല്ലാ വോട്ടുകളും, പക്ഷേ ഈ പർട്ടിക്കുലർ സ്ഥാനത്തിനിടയിൽ അത് പിന്നെ എങ്ങനെ വിഭജിക്കപ്പെട്ടു പോകും. അവിടെയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ, ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളുടെ ശക്തമായ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് ഈ മണ്ഡലങ്ങൾ. പക്ഷേ മഹേഷ് ഒരു കാര്യം നോക്കട്ടെ വെച്ചാൽ, തൃശ്ശൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2019 എല്ലാ മണ്ഡലങ്ങളും UDFിനൊപ്പം നിന്നു. 2021 ആയപ്പോൾ എല്ലാ മണ്ഡലങ്ങളും LDFിനൊപ്പം നിന്നു. അതുകൊണ്ടാണ് ഈ അനിശ്ചിതത്വം എന്ന് പറയുന്ന ഒരു സമീപകാല പ്രതിഭാസം തൃശ്ശൂർ മണ്ഡലത്തെ പിടികൂടി നിൽക്കുന്നത്. തനത് വോട്ടുകൾ ശേഖരിക്കുക എന്നതിനേക്കാൾ ഉപരിയായി പടിഞ്ഞാറൻ മേഖലയായിരിക്കും ഇത്തവണ തൃശ്ശൂരിന്റെ വിധി എഴുതുക. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാൽക്കുലേഷനിൽ എത്താം. എന്തായാലും പടിഞ്ഞാറൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ. ചാലക്കുടിയിലേക്ക് എത്തിയപ്പോൾ എന്താ തോന്നി? ചാലക്കുടിയിൽ ഞങ്ങള് മണിച്ചേട്ടന്റെ ഓർമ്മ പുതുക്കുന്ന അവിടുത്തെ ഓട്ടോറിക്ഷ ആളുകളുടെ അടുത്തേക്കാണ്. അവിടെ പക്ഷേ
മനസ്സിലാക്കിയപ്പോൾ ഇടതുപക്ഷത്തോട് കൂടുതൽ അനുഭവം പുലർത്തുന്ന ഓട്ടോ തൊഴിലാളികളെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ അത് അതേസമയം തന്നെ അവരുടെ കമ്മിറ്റ്മെന്റ് വളരെ വ്യക്തമാണ്. ഇപ്പോൾ സർക്കാരിന്റെ നയങ്ങൾ ഏതെങ്കിലും തരത്തിൽ പിന്നെ തിരിച്ചടി ആവുമോ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി, അല്ലെങ്കിൽ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്, കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട പിന്നെ സഹായം കിട്ടുന്നില്ല, അല്ലെങ്കിൽ സഹായം അല്ലെങ്കിൽ അവകാശങ്ങൾ കിട്ടുന്നില്ല. അവകാശങ്ങൾ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അവകാശങ്ങൾ കിട്ടുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ബോധമുള്ള ആളുകളാണ് ഈ തൊഴിലാളികളൊക്കെ. വളരെ കൃത്യമാണ്. എന്ത് ചോദിച്ചാലും മാത്രമല്ല, നമ്മള് തൃശ്ശൂരിനെ കുറിച്ചും കൂടി ഒന്ന് ചോദിച്ചല്ലോ. തൃശ്ശൂരിലെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന കാറ്റ് അത് ഇങ്ങോട്ട് വീശുമോ എന്ന് ചോദിച്ചു. അതൊന്നും ഇവിടെ പ്രശ്നമേ അല്ല. മാത്രമല്ല അവിടെ വേറൊരു കൊടുങ്കാറ്റുണ്ട്, VS സുനിൽകുമാർ എന്നൊരു കൊടുങ്കാറ്റുണ്ട്. ചാലക്കുടി ഇത്തവണ വലിയ മത്സരം തന്നെയാണ്. ബെന്നി ബെഹനാൻ, അതുപോലെ തന്നെ രവീന്ദ്രനാഥ്, നല്ല മത്സരം നടക്കുന്ന മണ്ഡലമാണ്. പക്ഷെ അവിടെ ജനങ്ങൾ ഇന്ന് ഒരു എങ്ങനെ വിധി എഴുതുന്നുള്ളത് നമ്മളും കാത്തിരിക്കുകയാണ്. ഇന്നസെന്റ് ഇല്ലാത്ത ഒരു കഴിഞ്ഞ 2 തവണ ഇന്നസെന്റ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ചാലക്കുടിയും നല്ല മത്സരം നടക്കുകയാണ്. പക്ഷെ അതിനേക്കാൾ 10 മടങ്ങ് മത്സരം തൃശ്ശൂർ തന്നെയാണ്. അതെ അതെ അതെ, അത് സംശയമില്ല. നമുക്ക് നോക്കാം. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ചാലക്കുടിയിൽ ഒരു ചെറിയ തരത്തിൽ ബെന്നി ബെഹനാൻ ഒരു ആന്റി ഇൻകുംബൻസി ഉണ്ടെന്ന് തോന്നുന്നു. സംസാരിച്ച ആളുകൾ പൊതുവെ അദ്ദേഹത്തെ കാണുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. പക്ഷെ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇതും കൂടി അവരെ ബാധിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ തന്നെ ആലുവയും കുന്നത്തുനാടും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു മണ്ഡലം, അങ്ങ് അറ്റത്ത് തൃശ്ശൂരിന്റെ ബോർഡറിൽ നിൽക്കുന്ന മണ്ഡലം സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാവാം. എന്തായാലും ജനങ്ങൾ എങ്ങനെ വിധി എഴുതുന്നത്? നമ്മൾ നിൽക്കുന്നത് ആലുവ മണപ്പുറത്തിന് സമീപമാണ്. ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ലല്ലോ എന്ന് സ്ഥാനാർത്ഥികളോട് ആരെങ്കിലും ചോദിച്ചാൽ അത് ഈ സമയത്ത് എടുത്ത് ഉപയോഗിക്കാവുന്ന സംഗതിയാണ്. ശരിയാണ്. പക്ഷേ നമ്മൾക്ക് എന്തായാലും മണപ്പുറത്ത് മാത്രമല്ല, അതിനേക്കാൾ കൂടുതലൊക്കെ പരിചയമുള്ള ആളുകളാണ് നമുക്ക്. എന്തായാലും നമ്മൾ മധ്യ കേരളം ഏതാണ്ട് പിന്നിടാൻ പോകുന്നു അല്ലെ. ഇനി ഇനിയിപ്പോൾ എറണാകുളം മണ്ഡലത്തിലേക്കാണ് കടക്കുന്നത്. ചാലക്കുടി കഴിഞ്ഞ് എറണാകുളം മണ്ഡലത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഭയങ്കര എന്താ പറയുക, ഒരു എന്താ പറയുക, എറണാകുളം മണ്ഡലത്തിലെ മത്സരം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു താരപ്രഭാവമുള്ള മത്സരം പോലെ തോന്നും. അതിന്റെ കാരണം എന്താണെന്ന് കൂടി നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. ഐബിയോട് തന്നെ ചോദിക്കേണ്ടി വരും. പിന്നെ ഷൈൻ ടീച്ചർ ഒരു പുതിയ താരം അല്ലെ. കൊച്ചി എന്ന് പറയുമ്പോൾ മെട്രോ ഉണ്ടാവും, അതെല്ലാം ഉണ്ട്, എല്ലാ കോളേജുകൾ ഉണ്ടാവും. അവിടുത്തെ ഹൈടെക് സിറ്റി ആണല്ലോ. അപ്പൊ സ്വാഭാവികമായും ഞങ്ങൾ അവിടെ അടുത്ത ദിവസം നാളെ ഞങ്ങൾ അങ്ങോട്ടാണ്. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും എറണാകുളത്ത് കാണാം.